10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ പ്രോജക്റ്റ് ടൈഗർ എന്ന അധ്യായത്തിൽ നിന്നുള്ള സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇത് സംബന്ധിച്ച ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. First question. Do you know that a paragraph normally contains a topic sentence in it? It is general in nature and can be anywhere in the paragraph. The other sentences in the paragraph support, prove, give examples and present additional information on the topic sentence. അതായത് ഒരു പാരഗ്രാഫിൽ സാധാരണയായിട്ട് ഒരു ടോപ്പിക് സെന്റൻസ് അടങ്ങിയിരിക്കും. ആ പാരഗ്രാഫിൽ പ്രതിപാദിക്കുന്ന വിഷയത്തെ വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റൻസ്. ഇത് പാരഗ്രാഫിൽ ഏത് ഭാഗത്തുമാകാം. പാരഗ്രാഫിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിലോ ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നതോ ഒക്കെ ടോപ്പിക് സെന്റൻസ് കൊണ്ട് ആകാം. അത്തരം ഒരു ടോപ്പിക് സെന്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, the other sentences in the paragraph support, prove, give examples and present additional information on the topic sentence. ഒരു പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകുന്നതും ആ ടോപ്പിക് സെന്റൻസിലെ പ്രതിപാദ്യ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നതും അതിന് തെളിവ് നൽകുന്നതും മറ്റു ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നതുമായിട്ടുള്ള മറ്റ് സപ്പോർട്ടിംഗ് സെന്റൻസുകളും ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഒരു പാരഗ്രാഫിന്റെ പ്രത്യേകത. അതായത് ഒരു പാരഗ്രാഫിൽ ഒരു ടോപ്പിക് സെന്റൻസും ആ ടോപ്പിക് സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സപ്പോർട്ടിംഗ് സെന്റൻസുകളും അടങ്ങുന്നതാണ് ഒരു യഥാർത്ഥ പാരഗ്രാഫ് എന്നർത്ഥം. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ ടോപ്പിക് സെന്റൻസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള ഈ അധ്യായത്തിൽ ആദ്യ പാരഗ്രാഫിൽ അടങ്ങിയിരിക്കുന്ന ടോപ്പിക് സെന്റൻസ് നാം കണ്ടെത്തുക. അതോടൊപ്പം ഹൗ മെനി എക്സാമ്പിൾസ് ആർ ഗിവൺ ടു സപ്പോർട്ട് ദ ടോപ്പിക് സെന്റൻസ്. ഈ ടോപ്പിക് സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിൽ പ്രതിപാദിക്കുന്ന വിഷയത്തെ പിന്തുണക്കുന്ന എത്ര ഉദാഹരണങ്ങൾ ഇതേ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്? വാട്ട് ആർ ദേ? അവ ഏതൊക്കെയാണ്? ഇത്രയുമാണ് നാം വിശദീകരിക്കേണ്ടത്. ആൻസർ: എ പാരഗ്രാഫ് നോർമലി കണ്ടെയ്ൻസ് എ ടോപ്പിക് സെന്റൻസ് ഇൻ ഇറ്റ്. ഒരു പാരഗ്രാഫിൽ സാധാരണമായിട്ട് ഒരു ടോപ്പിക് സെന്റൻസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അറിയാം. ഇനി no one can beat Hollywood when it comes to making films with animals in them is the topic sentence in the first paragraph. ഒന്നാം പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസ് എന്നുള്ളത് ഈ കൊട്ടേഷൻ മാർക്കിൽ കൊടുത്തിരിക്കുന്ന no one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ വെച്ച് ഫിലിം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഹോളിവുഡ് എന്നുള്ള അമേരിക്കൻ സിനിമ നിർമ്മാണ വ്യവസായത്തെ, ഹോളിവുഡിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം വരുന്ന ഈ സെന്റൻസ് ആണ് ആ ടോപ്പിക് സെന്റൻസ്. There are two examples to support the topic sentence. ഈ ടോപ്പിക് സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഇതേ പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ട്. അവ: I remember films in my childhood that had an Alsatian called Rin Tin Tin എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ. സത്യജിത്ത് റേ പറയുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു അൽസേഷ്യൻ ഡോഗ്, ആ ഡോഗിൻ്റെ പേര് റിൻ ടിൻ ടിൻ എന്നായിരുന്നു. ഈ അൽസേഷ്യൻ ഡോഗ് ഹീറോ ആയിട്ട് അഭിനയിച്ച ഏതാനും സിനിമകൾ കണ്ടത് ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്ന ആ സപ്പോർട്ടിംഗ് സെന്റൻസ്. മറ്റൊന്ന്: ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 other films with a coolie called ലാസി. കോലി വർഗത്തിൽപ്പെട്ട ലാസി എന്നുള്ള ഒരു ഡോഗ് അഭിനയിച്ച മറ്റു 3-4 സിനിമകളും പിന്നീട് ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ഈ രണ്ട് ഉദാഹരണങ്ങളാണ് ഈ ടോപ്പിക് സെന്റൻസിന്റെ സപ്പോർട്ടിംഗ് സെന്റൻസുകൾ അഥവാ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സാമ്പിളുകളായിട്ട് ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ളത്. Second question. Does the second paragraph introduce a new topic sentence?
രണ്ടാം പാരഗ്രാഫിൽ ഒരു പുതിയ ടോപ്പിക് സെന്റൻസ് പറയുന്നുണ്ടോ? അതായത് പുതിയൊരു വിഷയത്തെ പ്രതിപാദിക്കുന്ന ഒരു ടോപ്പിക് സെന്റൻസ് രണ്ടാം പാരഗ്രാഫിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇഫ് നോട്ട്, what supporting details about the animal actors of Hollywood do you get from this paragraph? അങ്ങനെ പുതിയൊരു വിഷയം പറയുന്നില്ല എങ്കിൽ ഹോളിവുഡിലെ ആനിമൽ ആക്ടേഴ്സിന്റെ വിശദീകരണത്തെക്കുറിച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്തെല്ലാം വിവരങ്ങളാണ് ഈ പാരഗ്രാഫിൽ നിന്ന് ലഭിക്കുന്നത്? ഇതിന്റെ ആൻസർ ഇതാണ്. The second paragraph does not introduce a new topic. രണ്ടാമത്തെ പാരഗ്രാഫിൽ പുതിയ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒന്നാം പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന അതേ വിഷയം തന്നെയാണ് രണ്ടാം പാരഗ്രാഫിലും വിശദീകരിക്കുന്നത് എന്നർത്ഥം. We get the supporting details that the animal actors are treated very reverently in Hollywood. ഹോളിവുഡിലെ ആനിമൽ ആക്ടേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ സപ്പോർട്ടിംഗ് വിവരം നമുക്ക് ലഭിക്കുന്നത് ഇതാണ്. ആ ആനിമൽ ആക്ടേഴ്സ് എല്ലാം തന്നെ ഹോളിവുഡിൽ വളരെ ആദരവ് പൂർവ്വം റെവറൻ്റ്ലി ആണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അവർക്കവിടെ വലിയ ആദരവും ബഹുമാനവും ലഭിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് ലഭിക്കുന്നത്. ഇതേ പാരഗ്രാഫിൽ വിശദീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏതാനും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് സ്റ്റാൻഡിൻസ്? ഈ സെക്കൻഡ് പാസേജിൽ പറയുന്ന സ്റ്റാൻഡിൻസ് അഥവാ ഫേമസ് നടന്മാർക്ക് പകരക്കാരായിട്ട് വരുന്നവരെ കുറിച്ച് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ, അധിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്? ആൻസർ: സ്റ്റാൻഡിൻസ് ഷോ ദ ക്യാമറമാൻ ഹൗ ദ വെരി ഫേമസ് സ്റ്റാർസ് വിൽ വാക്ക് ആൻഡ് സ്റ്റേ ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്. ഒരു പ്രത്യേക ഷോട്ട് എടുക്കുമ്പോൾ ഫേമസ് സ്റ്റാർസ് എങ്ങനെ നടക്കും, എവിടെ നിൽക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ക്യാമറമാന്റെ അറിവിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് പകരക്കാരായിട്ട് വരുന്ന സ്റ്റാൻഡിൻസ് ആണ്. അടുത്തൊരു ചോദ്യം: വാട്ട് ഇസ് ദ പസിലിംഗ് ഇൻസിഡന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരഗ്രാഫ് 3? മൂന്നാം പാരഗ്രാഫിൽ ഒരു പസിലിംഗ് ഇൻസിഡന്റ്, ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യജിത്രയെ ആകെ കൺഫ്യൂസ്ഡായ ആ സംഭവം എന്തായിരുന്നു? ആൻസർ ഇതാണ്. സത്യജിത്രയെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഫിലിം ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദ ക്യാമറമാൻ ഇൻസ്ട്രക്റ്റഡ് ഓൾ ദി ആക്ടേഴ്സ് ടു ടേക്ക് ദെയർ പൊസിഷൻ. ആ സ്റ്റുഡിയോയിൽ പ്രസന്റ് ആയിരുന്ന, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സിനോടും അവരുടേതായ പൊസിഷൻ, അവരവർ നിൽക്കേണ്ട സ്ഥാനത്തേക്കൊക്കെ മാറി നിൽക്കാൻ ക്യാമറമാൻ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. ബട്ട് ദ ലാർജ് ഡോഗ് റിമെയിൻഡ് വേർ ഇറ്റ് വാസ്. എന്നാൽ ആ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലാർജ് ഡോഗ്, ആ വലിയ ഡോഗ് എന്നുള്ള ആനിമൽ ആക്ടർ, അത് മാത്രം ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ അനങ്ങാതെ നിലയുറപ്പിച്ചു. എവിടെയാണോ ആ ഡോഗ് നിന്നിരുന്നത് അവിടെ തന്നെ നിന്നു. ദിസ് ഇൻസിഡന്റ് പസിൽഡ് റേ. ഈ സംഭവം സത്യജിത്രയെ ആകെ പസിൽഡ്, കൺഫ്യൂസ്ഡ് ആക്കി. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഇൻസിഡന്റ് shows that the animal actors in Hollywood were treated with reverence? ഹോളിവുഡിൽ എല്ലാ ആനിമൽ ആക്ടേഴ്സിനെയും വളരെ ആദരവോടു കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു സംഭവം എന്തായിരുന്നു? ആൻസർ: ദ ലാർജ് ഡോഗ് ഹാഡ് എ ഹ്യൂമൻ സ്റ്റാൻഡ് ഇൻ. സത്യജിത്രയെ കണ്ട ആ സിനിമ ഷൂട്ടിങ്ങിൽ, ആ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഒരു ലാർജ് ഡോഗ് ആണെന്ന് നാം മനസ്സിലാക്കി. ആ ലാർജ് ഡോഗിന്, ആ വലിയ ഡോഗ് എന്നുള്ള ആനിമൽ ആക്ടർക്ക് പോലും ഒരു മനുഷ്യനായ പകരക്കാരൻ, എ ഹ്യൂമൻ സ്റ്റാൻഡിൻ ഉണ്ടായിരുന്നു. കവേർഡ് ഇൻ എ ഡോഗ് സ്കിൻ, എ ഡോഗ് ഡിഡ് ദ വർക്ക് ഓഫ് ദ ഡോഗ് ഡ്യൂറിംഗ് ദ ലൈറ്റ് അറേഞ്ച്മെന്റ്. വളരെ പ്രധാനപ്പെട്ട ഫേമസ് സ്റ്റാർസിന് വേണ്ടി പകരക്കാർ ചെയ്യുന്ന പോലെ ഈ ലാർജ് ഡോഗ് എന്നുള്ള ഈ ആനിമൽ ആക്ടറിനും ഒരു ഡോർഫ് എന്ന് പറയുമ്പോൾ എ ഷോർട്ട് മാൻ, വളരെ ചെറിയ കുറിയ ഒരു കുള്ളനായ മനുഷ്യൻ പകരക്കാരനായിട്ട് ആ ഡോഗ് ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ക്യാമറമാന് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന, എവിടെ നിൽക്കുന്നു, എവിടെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്
ഈ ഡ്വാർഫ് കുറിയ മനുഷ്യനായിരുന്നു. This shows that the animal actors were treated reverently in Hollywood. ഈ സംഭവം ആനിമൽ ആക്ടേഴ്സിനെ ഹോളിവുഡിൽ വളരെ ആദരവോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നു. സൂപ്പർ സ്റ്റാറുകളായ മനുഷ്യ നടീനടന്മാരെ പോലെ തന്നെ ആനിമൽ നടന്മാരെയും അവർക്കും അവരുടെ പരിഗണനയും ആദരവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം കാണിച്ചു തരുന്നത്. Question 3. What were the difficulties Alfred Hitchcock had to face while making the film Birds? ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സ് എന്നുള്ള പേരിൽ ഒരു സിനിമ നിർമ്മിച്ചു എന്നുള്ള കാര്യം നാം ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന് ആ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തായിരുന്നു? ആൻസർ: Alfred Hitchcock needed a large number of trained ravens and various other birds for his film Birds. ആൽഫ്രഡ് ഹിച്ച്കോക്കിന് തൻ്റെ ബേർഡ്സ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ധാരാളം ട്രെയിൻഡ് റാവൻസ്, പരിശീലനം ലഭിച്ച റാവൻ വർഗത്തിൽപ്പെട്ട പക്ഷികളെ ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ വേരിയസ് അതർ ബേർഡ്സ്, വിവിധ തരത്തിലുള്ള മറ്റു പക്ഷികളെയും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ ട്രെയിൻഡ് റാവൻസ് ഇൻ ലാർജ് നമ്പേഴ്സ്. എന്നാൽ ധാരാളം ട്രെയിൻഡ് റാവൻസ്, പരിശീലനം ലഭിച്ച റാവൻ പക്ഷികളെ കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രയാസകരമായ കാര്യം. Question 4. How did Hitchcock manage to get a large number of ravens for his film? എന്നാൽ തൻ്റെ ഫിലിമിന് വേണ്ടി ധാരാളം ട്രെയിൻഡ് റാവൻസിനെ എങ്ങനെയാണ് ഹിച്ച്കോക്ക് നേടിയെടുത്തത്? ആൻസർ: He advertised in newspapers all over the United States to contact him if anyone had trained ravens in large numbers. ഹിച്ച്കോക്ക് അമേരിക്കയിലുടനീളം ന്യൂസ് പേപ്പറുകളിൽ പരസ്യം നൽകി. ആരുടെ കൈവശമെങ്കിലും അല്ലെങ്കിൽ ആരുടെ അറിവിലെങ്കിലും ട്രെയിൻഡ് റാവൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. Soon someone contacted him and came with almost 100 trained ravens. താമസിയാതെ തന്നെ ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും 100ഓളം ട്രെയിൻഡ് റാവൻസുമായിട്ട് ഹിച്ച്കോക്കിനെ സമീപിക്കുകയും ചെയ്തു. Question 5. What is described as pretty impressive? നമ്മുടെ അധ്യായത്തിൽ pretty impressive, ഏകദേശം മനോഹരമായ ആകർഷണീയമായ കാര്യം തന്നെ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്തായിരുന്നു ആകർഷണീയമായ ആ കാര്യം എന്ന് പറയപ്പെട്ടത്? ഏത് വിഷയത്തെക്കുറിച്ചാണ് അങ്ങനെ വിശദീകരിച്ചത് എന്നർത്ഥം? Answer: If as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey, it is pretty impressive. ഏകദേശം 50ഓളം റാവൻ പക്ഷികളോട് നിരനിരയായി ഒരു പ്രത്യേക സ്ഥാനത്ത് വന്നിരിക്കാൻ കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ദേ ഒബേ, ആ കൽപ്പന ആ പക്ഷികൾ അനുസരിക്കുകയുമാണെങ്കിൽ, ഇറ്റ് ഈസ് പ്രെറ്റി ഇംപ്രസീവ്, അത് തീർച്ചയായിട്ടും ആകർഷണീയമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ റാവൻ പക്ഷികളെ ഒരിടത്ത് ഒരുമിച്ച് ഇരിക്കാൻ നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശം അവ അനുസരിക്കുന്നു. ഇതാണ് പ്രെറ്റി ഇംപ്രസീവ് എന്ന് വിശദീകരിക്കപ്പെട്ട കാര്യം. Question number 6. Identify the main topic of the article from paragraph 8. 8ാം പാരഗ്രാഫിൽ നിന്ന് ചർച്ച ചെയ്യുന്ന ആ പാരഗ്രാഫിലെ പ്രതിപാദ്യ വിഷയം, അതിലെ മെയിൻ ടോപ്പിക് എന്താണെന്ന് കണ്ടെത്തുക. ആൻസർ: The difficulties and the related problems of shooting a film with a tiger is the main topic described in paragraph 8. ഒരു ടൈഗർ ഉപയോഗിച്ചുകൊണ്ട് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് 8ാം പാരഗ്രാഫിൽ വിശദീകരിക്കുന്നത്. Question 7. What other details are given about the topic in the paragraph? അതേ പാരഗ്രാഫിൽ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ആൻസർ:
വിച്ച് ഫിലിം റേ വാണ്ടഡ് ടു ഷൂട്ട് വിത്ത് എ ടൈഗർ? ഒരു ടൈഗറെ വെച്ചുകൊണ്ട് ഏത് സിനിമയാണ് റേ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദ സ്റ്റോറി ത്രെഡ് ഓഫ് ദ ഫിലിം, ഫിലിമിൻ്റെ കഥ, അതിൻ്റെ ഒരു സൂചന. അതുപോലെ തന്നെ ദ സീൻ ഇൻ വിച്ച് ദ ടൈഗർ വാസ് റിക്വയർഡ് എറ്റ്സെട്ര. ഏത് രംഗത്താണ് ടൈഗർ ആവശ്യമുള്ളത്, ഏത് സീൻ ഷൂട്ട് ചെയ്യുന്നതിനാണ് ടൈഗറുടെ ആവശ്യം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആർ ഗിവൺ ഇൻ ദ പാരഗ്രാഫ്. ആ പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൗ ഡിഡ് റേ മാനേജ് ടു ഗെറ്റ് എ ടൈഗർ? സത്യജിത്ത് റേ ഒരു ടൈഗറെ സംഘടിപ്പിച്ചത് എങ്ങനെയാണ്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ടൈഗറെ ലഭിച്ചത്? ആൻസർ: റേ contacted the Bharat Circus Company and made arrangements with them to get a tiger for his film shooting. തൻ്റെ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ടൈഗറെ ലഭ്യമാക്കാൻ അദ്ദേഹം ഭാരത് സർക്കസ് കമ്പനിയുടെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്, ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. നമ്പർ 9. വാട്ട് ഇസ് ദ റോൾ ഓഫ് എ റിംഗ് മാസ്റ്റർ ഇൻ എ സർക്കസ്? ഒരു സർക്കസിൽ റിംഗ് മാസ്റ്ററുടെ റോൾ എന്താണ്? ആൻസർ: എ റിംഗ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസസ് ആൻഡ് മാനേജസ് ദ പെർഫോമൻസസ് ഇൻ എ സർക്കസ് ആൻഡ് ഓൾസോ ഹി ട്രെയിൻസ് ആൻഡ് കൺട്രോൾസ് ദി ആനിമൽസ്. ഒരു സർക്കസിലെ പ്രകടനങ്ങളെ മാനേജ് ചെയ്യുന്നതും അതിനെ ഓഡിയൻസിന് പരിചയപ്പെടുത്തുന്നതും എല്ലാം റിംഗ് മാസ്റ്ററാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെ ട്രെയിൻ ചെയ്യുക, മൃഗങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നീ ഉത്തരവാദിത്തങ്ങളും റിംഗ് മാസ്റ്ററുടേതാണ്. ക്വസ്റ്റ്യൻ 10. വാട്ട് വർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ഇൻ ബ്രിങ്ങിങ് ദ ടൈഗർ ബിഫോർ ദ ക്യാമറ? ക്യാമറയ്ക്ക് മുമ്പിൽ ഈ ടൈഗറെ എത്തിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ: Ray wanted a natural scene in which the heroes got frightened by the sight of the tiger. ഈ ടൈഗറെ കണ്ട് ഫിലിമിലെ ഹീറോസ് പേടിച്ചു വിറക്കുന്ന ഒരു രംഗം വളരെ നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു റേ ആഗ്രഹിച്ചിരുന്നത്. സോ he did not want the tiger to be filmed with its trainer or as it was tied anywhere. അതുകൊണ്ട് തന്നെ ഈ ടൈഗർ അതിൻ്റെ ട്രെയിനറോടൊപ്പം ഫിലിമിൽ കാണപ്പെടുകയോ അല്ലെങ്കിൽ ഈ ടൈഗറിനെ എവിടെയെങ്കിലും ബന്ധിച്ചിരിക്കുന്നതോ ആയ രൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ബട്ട് ദ ട്രെയിനർ മിസ്റ്റർ തോറത്ത് വാസ് നോട്ട് ഷുവർ ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ ടൈഗർ ആസ് ഹി ഹാഡ് നെവർ ലെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ഓൺ ഇറ്റ്സ് ഓൺ. എന്നാൽ ടൈഗറിൻ്റെ ട്രെയിനർ മിസ്റ്റർ തോറത്ത് ഈ കടുവയെ ഇതിനു മുമ്പൊരിക്കലും അതിൻ്റെ കൂട്ടിൽ നിന്ന് തുറന്ന് സ്വതന്ത്രമായി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടുവയെ ബന്ധിക്കാതെ, കടുവയോട് കൂടെ ട്രെയിനർ ഇല്ലാതെ അതിനെ സ്വതന്ത്രമായി വിടുന്ന കാര്യത്തിൽ, അതിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ മിസ്റ്റർ തോറത്തിന് ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഈ ടൈഗറെ ഷൂട്ട് ചെയ്യുന്നതിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ എത്തിക്കുന്നതിൽ റേയും സംഘവും നേരിട്ട പ്രയാസങ്ങൾ. Question 11. What does the expression to go down the drain mean? ഈ അധ്യായത്തിലെ ഒരു പ്രയോഗമാണ് to go down the drain എന്നുള്ളത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Answer: The expression to go down the drain means to be wasted or to become useless. ഈ പ്രയോഗം കൊണ്ടുള്ള അർത്ഥം ഏതെങ്കിലും ഒരു പ്രവൃത്തി വേസ്റ്റ് ആവുക, അതല്ലെങ്കിൽ ടു ബിക്കം യൂസ്ലെസ്, ഫലമില്ലാതാവുക, ഉപയോഗപ്രദമല്ലാതാവുക എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കടുവയെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ട്രെയിനർ ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ നാച്ചുറലായിട്ട് ഒരു രംഗം ഷൂട്ട് ചെയ്യാനുള്ള തങ്ങളുടെ പ്രയത്നമെല്ലാം വൃഥാവിലായി പോകുമോ, ഫലമില്ലാതായി പോകുമോ എന്ന് റേ ചിന്തിച്ചു. അവിടെയാണ് ഈ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. Their efforts to make a natural scene with a tiger will become useless എന്നുള്ള ആ ഒരർത്ഥത്തിലാണ്
ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 12. വാട്ട് വാസ് മിസ്റ്റർ തോറത്ത് സജഷൻ ടു കൺട്രോൾ ദ ടൈഗർ? എന്നാൽ ഈ ടൈഗറെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം എന്നതിനെക്കുറിച്ച് മിസ്റ്റർ തോറത്തിന്റെ നിർദ്ദേശം എന്തായിരുന്നു? ആൻസർ: Mr. Thorat suggested that he would tie a thin but strong wire around the tiger's neck to control the tiger. ടൈഗറെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ കഴുത്തിൽ വളരെ നേരിയ ഒരു കമ്പി, ഒരു ഇരുമ്പ് വയർ ബന്ധിപ്പിക്കാം. ആ വയർ വളരെ തിന്നായിരിക്കും, കനം കുറഞ്ഞത്, നേരിയതായിരിക്കും, എന്നാൽ ബട്ട് സ്ട്രോങ്, നല്ല ശക്തിയുള്ളതായിരിക്കും. അതുകൊണ്ട് ബന്ധിക്കാം, അതുകൊണ്ട് കെട്ടിയിടാം എന്നതായിരുന്നു മിസ്റ്റർ തോറത്തിന്റെ സജഷൻ. ക്വസ്റ്റ്യൻ 13. വാട്ട് മെയ്ഡ് റേ തിങ്ക് ഓഫ് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ? ഒരു ടൈഗർ സ്കിൻ കൊണ്ട് നിർമ്മിച്ച ഒരു കോളർ, കഴുത്തിലണിയുന്ന ഒരു പട്ടയെക്കുറിച്ച് റേ ചിന്തിച്ചത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ ചിന്തിപ്പിച്ച കാര്യം എന്ത്? ആൻസർ: റേ തോട്ട് ദാറ്റ് the wire directly tied to the tiger's neck would flatten its neck hair. മിസ്റ്റർ തോറത്ത് നിർദ്ദേശിച്ച പോലെ ഒരു സ്റ്റീൽ വയർ ടൈഗറിന്റെ കഴുത്തിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചാൽ ടൈഗറിന്റെ കഴുത്തിലെ നെക്ക് ഹെയർ, അതിൻ്റെ കഴുത്തിലെ രോമങ്ങളെല്ലാം തന്നെ ഫ്ലാറ്റൻ, അത് പതിഞ്ഞു പോകും, ചാഞ്ഞു പോകും എന്ന് റേ കരുതി. സോ ഹി തോട്ട് ഓഫ് എ ടൈഗർ സ്കിൻ കോളർ ആൻഡ് ടൈയിങ് one end of the wire to the collar and avoid that problem. അതുകൊണ്ടാണ് റേ ഒരു ടൈഗർ സ്കിൻ കോളർ ഉണ്ടാക്കി അത് ടൈഗറിൻ്റെ കഴുത്തിൽ അണിയിച്ച് സ്റ്റീൽ വയറിൻ്റെ ഒരറ്റം ആ കോളറിലേക്ക് ബന്ധിപ്പിച്ചാൽ അതിനെ നെക്ക് ഹെയർ പതിഞ്ഞു പോകുക എന്നുള്ള ആ പ്രോബ്ലം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെയാണ് ഒരു ടൈഗർ സ്കിൻ കോളർ നിർമ്മിക്കുന്നതിലേക്ക് റേയുടെ ചിന്ത പോയത്. Question 14. Why did Mr. Thorat bring 2 tigers instead of 1? മിസ്റ്റർ തോറത്തിനോട് ഒരു ടൈഗറെയാണ് ആവശ്യപ്പെട്ടിരുന്നത്, എന്നാൽ ഒന്നിനു പകരം അദ്ദേഹം 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം 2 എണ്ണം കൊണ്ടുവന്നത്? ആൻസർ: മിസ്റ്റർ തോറത്ത് ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. മിസ്റ്റർ തോറത്ത് വളരെ സമർത്ഥമായിട്ട് ഒരു സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം പാലിക്കാൻ തീരുമാനിച്ചു. ഇഫ് one tiger did not behave well, അഥവാ ഒരു ടൈഗർ അവർ പ്രതീക്ഷിക്കുന്ന പോലെ നന്നായി പെരുമാറിയില്ല എങ്കിൽ they could use the other one, അവർക്ക് മറ്റൊരെണ്ണത്തെ ഉപയോഗിക്കാം. ഇതായിരുന്നു ആ സേഫ് സോൺ പ്ലേ, സുരക്ഷിതമായിട്ട് കാര്യങ്ങൾ നീക്കി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 15. Why was Mr. Thorat taken aback? എന്തുകൊണ്ടാണ് മിസ്റ്റർ തോറത്ത് ആകെ പേടിച്ചു പോയത്? Taken aback means frightened or shocked. അദ്ദേഹം ആകെ പേടിച്ചു പോയി. എന്തുകൊണ്ട്? Answer: When he opened the cage, the tiger sprang out and started prancing around instead of walking sedately. അവരെല്ലാം പ്രതീക്ഷിച്ച പോലെ വളരെ മാന്യമായിട്ട് ശാന്തമായിട്ട് ടൈഗർ നടന്നില്ല. ടൈഗർ വാക്കിംഗ് സെഡേറ്റ്ലി, വളരെ ശാന്തമായി നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന് പകരം കൂട് തുറന്നപ്പോൾ തന്നെ ടൈഗർ പുറത്തേക്ക് കുതിച്ചു ചാടുകയും പ്രാൻസിങ്, അത് അവിടെ കിടന്ന് ബാക്ക് കാലുകൾ, അതിൻ്റെ പിൻകാലുകൾ ഉയർത്തി അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി ചാടുകയുമാണ് ചെയ്തത്. ഇറ്റ് ജംപ്ഡ് ആൻഡ് റോൾഡ് അബൌട്ട് വിത്ത് ട്രമെൻഡസ് എന്തൂസിയാസം. വർദ്ധിച്ചൊരാവേശത്തോടു കൂടി വളരെയധികം ശക്തമായിട്ട് അത് കിടന്ന് ചാടുകയും തറയിൽ കിടന്ന് ഉരുളുകയും ചെയ്തു. മിസ്റ്റർ തോറത്ത് വാസ് ടേക്കൺ അബാക്ക് അറ്റ് ദിസ് അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ദ ടൈഗർ. ടൈഗറിൻ്റെ അപ്രതീക്ഷിതമായ ഈ പെരുമാറ്റത്തിലാണ് അദ്ദേഹം ആകെ ഭയപ്പെട്ടു പോയത്. Question 16. What might be the reason for the tiger's unexpected behavior? ടൈഗറിൻ്റെ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിന് എന്തായിരിക്കാം കാരണം? Answer: The bamboo grove might have attracted the tiger and reminded it of its natural habitat. ഷൂട്ടിംഗ് അരങ്ങേറുന്ന ആ ബാംബു ഗ്രോവ്, മുളം കാട്, ടൈഗറെ ആകർഷിച്ചിരിക്കാം. മാത്രമല്ല
ടൈഗറിന്റെ സ്വാഭാവിക വാസസ്ഥലത്തെക്കുറിച്ച് അതിനെ ഓർമ്മിപ്പിച്ചിരിക്കാം. നാച്ചുറൽ ഹാബിറ്റാറ്റ്, സ്വാഭാവിക വാസസ്ഥലം. ഈ കാട് കണ്ടപ്പോൾ അത് ആ ടൈഗറിൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ സ്വാഭാവിക ജീവിതത്തെക്കുറിച്ച് അത് ഒരുപക്ഷെ ഓർത്തിരിക്കാം. ഓർ അല്ലെങ്കിൽ ദ ലോങ് ആൻഡ് ടയർസം ജേർണി ആൻഡ് ദ ക്രൗഡ് മൈറ്റ് ഹാവ് ഇറിറ്റേറ്റഡ് ഇറ്റ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടി എടുത്ത ആ നീണ്ട യാത്രയും അതിലുണ്ടായിരുന്ന ആ ടയർസം ജേർണി, ലോങ് ആൻഡ് ടയർസം ജേർണി, ദീർഘവും വളരെ ദുർഘടവുമായിട്ടുള്ള, പ്രയാസപ്പെടുത്തുന്നതുമായ ആ യാത്രയും അവിടെ കൂടിയിരുന്ന ക്രൗഡ്, ജനക്കൂട്ടവും എല്ലാം തന്നെ ഇറിറ്റേറ്റ് ചെയ്തിരിക്കാം, ടൈഗറിനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് മോശമായിട്ട് പെരുമാറിയത്. ക്വസ്റ്റ്യൻ 17. ഹൗ ഡസ് റേ ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി? ടൈഗറിൻ്റെ ഈ മോശം പെരുമാറ്റവും അവിടെ ഉണ്ടായ ആ രംഗങ്ങളെല്ലാം തന്നെ സത്യജിത്ത് റേ വളരെ രസകരമായിട്ടാണ് വിശദീകരിക്കുന്നത്, ഹ്യൂമറസ് ആയിട്ട്. എങ്ങനെയാണ് അദ്ദേഹം അത് വിശദീകരിച്ചത്? ആൻസർ: ദി അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ദ ടൈഗർ ഫ്രൈറ്റൻഡ് മിസ്റ്റർ ടോററ്റ്സ്. കടുവയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മോശം പെരുമാറ്റം മിസ്റ്റർ ടോറത്തിനെ പോലും ഭയപ്പെടുത്തി. ഹി ഡെസ്പറേറ്റ്ലി ട്രൈഡ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. അതുകൊണ്ട് തന്നെ ആ ടൈഗറിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു, വളരെ ദയനീയമായിട്ടുള്ള ശ്രമം നടത്തി, ഡെസ്പറേറ്റ് ആയിട്ടുള്ള. ബട്ട് വിതൗട്ട് സക്സസ്. പക്ഷെ ഒന്നും വിജയം കണ്ടില്ല. Ray humorously says that it was as if they were watching a new and strange kind of circus free of cost. ഈ രംഗം, കടുവയുടെ മോശം പെരുമാറ്റവും അതിനെ നിയന്ത്രിക്കാനുള്ള മിസ്റ്റർ ടോറത്തിൻ്റെ കഠിന പ്രയത്നങ്ങളും പരാജയവും അദ്ദേഹത്തിൻ്റെ ഭയപ്പാടുമെല്ലാം തന്നെ, ഇറ്റ് വാസ് ലൈക്ക് എ സ്ട്രേഞ്ച് ആൻഡ് ന്യൂ കൈൻഡ് ഓഫ് സർക്കസ്. ഇത് വളരെ വിചിത്രമായ ഒരു പുതിയ തരം സർക്കസ് കാണുന്ന പോലെയായിരുന്നു തങ്ങൾ കണ്ടിരുന്നത്. ആ സർക്കസ് ഫ്രീ ഓഫ് കോസ്റ്റ്, പണം മുടക്കില്ലാതെ കാണാൻ പറ്റി എന്ന രൂപത്തിൽ, തമാശ രൂപത്തിലാണ് റേ അത് വിശദീകരിക്കുന്നത്. നമ്പർ 18. വാട്ട് ഡിഡ് റേ മീൻ വെൻ ഹി സെഡ് ദിസ് ഷുഡ് ഹാവ് ബീൻ ദി എൻഡ് ഓഫ് ദി സ്റ്റോറി? നമ്മുടെ അധ്യായത്തിൽ ഒരു സെന്റൻസ് ആണിത്. ദിസ് ഷുഡ് ഹാവ് ബീൻ ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. കഥയുടെ അവസാനം ഇതാകേണ്ടതായിരുന്നു. ഇവിടെ ഈ കഥാവിവരണം അവസാനിക്കേണ്ടതായിരുന്നു. എന്താണ് റേ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആൻസർ: റേ മെന്റ് ദാറ്റ് ദേ കുഡ് ടേക്ക് ദ റെക്കോർഡ് ഷോട്ട്സ് വെൻ ദ ടൈഗർ ഹാഡ് കാം ഡൗൺ. തുടക്കത്തിൽ ടൈഗർ മോശമായി പെരുമാറിയെങ്കിലും പിന്നീട് അത് കാം ഡൗൺ, ശാന്തമായി മാറി. ടൈഗർ ശാന്തമായതിനു ശേഷം അവർക്ക് ആവശ്യമായ എല്ലാ ഷോട്ടുകളും അവരെടുത്തു. അതോടുകൂടി ആ ഷൂട്ടിംഗ് വിശദീകരിക്കുന്ന ആ കഥ അവിടെ തീരേണ്ടതാണ്. ബട്ട് സംതിങ് വെന്റ് റോങ്. എന്നാൽ ആ ശ്രമത്തിൽ ചില പോരായ്മകൾ സംഭവിച്ചു, ചില തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിപ്പോയി. ആൻഡ് ദേ ഹാഡ് ടു ഡു ഇറ്റ് ഓൾ അഗൈൻ. ആ ഷൂട്ടിംഗ് പിന്നീട് വീണ്ടും അവർക്ക് തുടക്കം മുതലേ രണ്ടാമതും ചെയ്യേണ്ടി വന്നു. കഥ അവിടെ അവസാനിക്കുന്നില്ല എന്നർത്ഥം. ക്വസ്റ്റ്യൻ 19. വൈ വാസ് മിസ്റ്റർ ടോറത്ത് ആസ്ക്ഡ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ? എന്തുകൊണ്ടാണ് മിസ്റ്റർ ടോറത്തിനോട് ഒരു ശ്രമം കൂടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്? ഗിവ് ഇറ്റ് അനദർ ഗോ മീൻസ് മേക്ക് അനദർ അറ്റംപ്റ്റ്, മറ്റൊരു ശ്രമം കൂടെ നടത്തുക. ആൻസർ: ദ ക്യാമറ ഹാഡ് നോട്ട് വർക്ക്ഡ് പ്രോപ്പർലി. ഷൂട്ടിംഗ് ഒരുവിധം അവസാനിച്ചിരുന്നെങ്കിലും ക്യാമറ വേണ്ട വിധം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. All the shots they took were too dark and the tiger was almost completely merged with the background of trees and leaves. അവരന്ന് എടുത്ത ഷോട്ട്സ് എല്ലാം തന്നെ വളരെ ഇരുണ്ടതായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മരങ്ങളും ഇലകളും അതുമായി ടൈഗർ ചേർന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇരുണ്ടതായി പോയിട്ടുണ്ടായിരുന്നു. സോ റേ ആസ്ക്ഡ് മിസ്റ്റർ ടോററ്റ്സ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ ആൻഡ് ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗൈൻ. അതുകൊണ്ടാണ് റേ മിസ്റ്റർ ടോറത്തിനോട് രണ്ടാമതൊരു ശ്രമം കൂടി നടത്തി എടുത്ത സീൻസ് എല്ലാം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ക്വസ്റ്റ്യൻ 20. വാട്ട് വാസ് ദ മാജിക് പെർഫോംഡ് ബൈ ദ ടൈഗർ? ടൈഗർ കാഴ്ചവെച്ച മാജിക് എന്തായിരുന്നു? നമ്മുടെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു മാജിക്കിൽ എന്ന പോലെ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം അപ്രത്യക്ഷരായി.
അപ്പോൾ ടൈഗർ കാഴ്ചവെച്ച മാജിക് എന്തായിരുന്നു? ആൻസർ: when Mr. Thorat opened the cage, the tiger charged at the villagers gathered behind the camera. മിസ്റ്റർ തോറത്ത് ടൈഗറിന്റെ കൂട് തുറന്നപ്പോൾ അവിടെ ക്യാമറയ്ക്ക് പിന്നിൽ തടിച്ചു കൂടിയിരുന്ന വില്ലേജേഴ്സ്, ഗ്രാമീണർക്ക് നേരെ ടൈഗർ ദേഷ്യത്തോടു കൂടി കുതിച്ചു ചാടി. The crowd melted away immediately as if in a magic. ഒരു മാജിക്കിൽ എന്ന പോലെ അവിടെ കൂടിയിരുന്ന ആ ജനങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷരായി. മെൽറ്റഡ് അവേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസപ്പിയർഡ് എന്നാണ് അർത്ഥം. അവരെല്ലാം അവിടുന്ന് അപ്രത്യക്ഷരായി. ഒരു മജീഷ്യൻ ഓഡിയൻസിന്റെ മുമ്പിൽ വസ്തുക്കളെ അപ്രത്യക്ഷമാക്കുന്ന പോലെ ആണ് അവിടെ സംഭവിച്ചത് എന്നാണ് നമ്മുടെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. Question 21. What was really required of the tiger in that scene? ഈ ടൈഗറെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആ രംഗത്ത് ശരിക്കും ടൈഗർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ടൈഗറിൽ നിന്ന് അവർക്ക് ആവശ്യമുണ്ടായിരുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ടൈഗറെ വെച്ച് അവർക്ക് ആവശ്യമുണ്ടായിരുന്ന ആ രംഗം എന്തായിരുന്നു? ആൻസർ: The tiger was required to walk sedately over to the spot they had chosen. റേയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമും സൂചിപ്പിച്ച, അവർ തിരഞ്ഞെടുത്ത ഒരു സ്പോട്ടിലേക്ക് ടൈഗർ വളരെ കാമായിട്ട്, ശാന്തമായിട്ട് നടന്നു പോവുക എന്നതായിരുന്നു ടൈഗർ ചെയ്യേണ്ടിയിരുന്നത്. അവർക്കതായിരുന്നു ആവശ്യം. മാത്രമല്ല, ആൻഡ് പേസ് അബൌട്ട് ക്വയറ്റ്ലി, വളരെ ശാന്തമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും വേണം. വിത്തൗട്ട് പേയിങ് എനി അറ്റൻഷൻ ടു ദി ആക്ടേഴ്സ്, അവിടെയുള്ള മറ്റ് ആക്ടേഴ്സിനെ, നടന്മാരെ ഒന്നും കടുവ ശ്രദ്ധിക്കാനും പാടില്ല. വളരെ നാച്ചുറലായിട്ട് മറ്റാരെയും ശ്രദ്ധിക്കാതെ ഒരു കാട്ടിലൂടെ കടുവ നടന്നു നീങ്ങുന്നത് പോലെ ശാന്തമായിട്ട് നടന്നു നീങ്ങുക എന്നതായിരുന്നു ടൈഗർ ചെയ്യേണ്ടിയിരുന്നത്. ഇതായിരുന്നു റേ ആൻഡ് ടീംസ് ആവശ്യം, അവരുടെ ആവശ്യം ഇതായിരുന്നു. Question 22. What did Ray and his team realize 2 days later? 2 ദിവസങ്ങൾക്ക് ശേഷം റേയും അദ്ദേഹത്തിൻ്റെ ടീമും എന്ത് കാര്യമാണ് അവർക്ക് മനസ്സിലായത്? എന്താണ് അവർ മനസ്സിലാക്കിയത്? ആൻസർ: They realized that the camera worked this time well and the shots they took were good. 2 ദിവസം കഴിഞ്ഞവർ കൽക്കട്ടയിൽ തിരിച്ചെത്തി. അവരെടുത്ത ഷോട്ട്സൊക്കെ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ പ്രാവശ്യം ക്യാമറ നന്നായിട്ട് പ്രവർത്തിച്ചു. അവരെടുത്ത ഷോട്ട്സ് എല്ലാം തന്നെ ഗുഡ്, വളരെ നല്ല ഷോട്ട്സുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഇത്രയുമാണ് പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള അധ്യായത്തിൽ നിന്നുള്ള സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. ഇനി ഈ അധ്യായത്തിൽ നിന്നുള്ള ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഇതെല്ലാം നാം തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇവിടെ വിശദീകരിച്ച ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജുവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.